ഡോങ്കിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത്. സമ്പാളൂർ പള്ളി വിശുദ്ധ ചൗര്യാരി എന്നും പറയപ്പെടും. ഇന്ത്യയുടെ രണ്ടാമത്തെ അപ്പോസ്തലനാണ് ഫ്രാൻസിസ് സേവ്യർ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദേവാലയത്തിലാണ്, സമ്പാളൂരിലാണ്. കേരളത്തിലെ ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. 1506 ഏപ്രിൽ 7 സ്പെയിനിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചിരിക്കുന്നത്. ഡോൺ ജുവാൻ്റെയും ഡോണ മറിയത്തിൻ്റെയും 6ാമത്തെ മകനായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിക്കുന്നത്. 1525 സർവകലാശാലയിൽ ആർഭാടമായി ജീവിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് സേവ്യറിനോട് വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെ പറയുന്നു: ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്തു ഫലം എന്ന് പറഞ്ഞ് ഈ വാചകം കേട്ട അല്ലെങ്കിൽ ഈ വചനം കേട്ട വിശുദ്ധ ഫ്രാൻസിസ് ആകെ അസ്വസ്ഥനായി. അങ്ങനെ അദ്ദേഹം ഈശോ സഭയിൽ ചേരുകയും 1541 ഭാരതത്തിലേക്ക് പുറപ്പെടുകയും 1542 മെയ് 3 ഗോവയിൽ വരികയും ചെയ്തു. ഇത് ഇപ്പോൾ കാണുന്ന പുതിയ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഒരു വഞ്ചിയുടെ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ 2 വിശുദ്ധ തിരുശേഷിപ്പുകളാണ് ഉള്ളത്. അതാണ് ഒന്ന് നേരത്തെ നമ്മൾ കണ്ടത്. ഒന്ന് അൾത്താരയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് 2000 ഖനനം ചെയ്ത പഴയ പള്ളിയുടെ ഏറ്റവും പഴയ പള്ളിയുടെ അടിത്തറയാണ് നമുക്ക് കാണാൻ പോകുന്നത്. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ചില വ്യക്തികളുടെ അസ്ഥികൂടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ദേവാലയം ചാലക്കുടി പള്ളിക്ക് അല്ലെങ്കിൽ മാരാങ്കുഴി എന്ന പറയുന്ന ഒരു തോടിന് അഭിമുഖമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയിൽ നിന്നും കൈവഴിയായിട്ടാണ് മാരാങ്കുഴിക്കുള്ള കണക്ഷൻ എന്ന്. അവിടെയാണ് ഫ്രാൻസിസ് സേവ്യർ വന്നിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. കാരണം ഇവിടെ ഈശോ സഭയുടെ ഒരു ആശ്രമം, സെൻറ്റ് പോൾസ് ആശ്രമം ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ഏകദേശം 1 മാസം ഇവിടെ അദ്ദേഹം താമസിച്ചു എന്ന് കരുതപ്പെടുന്നു. 1542 വിശുദ്ധ ഫ്രാൻസിസ് ഗോവയിൽ വന്നിറങ്ങുന്നത്. 1545 വേണാട് രാജാവെന്ന വീരകേരളം കേരവർമ്മയുടെ കാലത്താണ് വിശുദ്ധ ഫ്രാൻസിസ് തിരുവിതാംകൂറിൽ വന്നിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ ആക്രമണം മൂലം 1664 കൊച്ചിയിലുണ്ടായിരുന്ന ജെസൂട്ട് ആശ്രമവും സെമിനാരിയും പ്രസ്സും സമ്പാളൂരിലേക്ക് മാറ്റുകയും ആശ്രമം, സെമിനാരിയും സെൻറ്റ് പോൾസ് കോളേജും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. സെൻറ്റ് പോൾസ് ഊര് എന്നതുകൊണ്ടാണ് സമ്പാളൂർ എന്ന പേരുണ്ടായിരിക്കുന്നത്. 1680 1747 കോൺസ്റ്റന്റ് സമ്പാളൂർ സെമിനാരിയിൽ താമസിക്കുകയും ഇവിടെ പ്രൊഫസറായിരിക്കുകയും 67-ാം വയസ്സിൽ ദിവ്യംഗതനായും ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം കുർബാന ചൊല്ലിയ സെമിനാരി അല്ലെങ്കിൽ വിശുദ്ധ ദേവാലയത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് അല്ലെങ്കിൽ അവശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചില പുനരുദ്ധരണത്തിൻ്റെ ഇതിൽ നമുക്ക് കണ്ടുകിട്ടിയതാണ്. അദ്ദേഹം ദിവ്യബലി അർപ്പിച്ച അൾത്താരയും നമുക്കിവിടെ കാണാൻ സാധിക്കും. 1673-74 കാലഘട്ടത്തിൽ വിശുദ്ധ ജോൺ ബ്രിട്ടോ ഇവിടെ താമസിക്കുകയും ഇവിടെ വെച്ച് അദ്ദേഹം സംസ്കൃതവും തമിഴും പഠിക്കുകയും ചെയ്തു. പിന്നീട് അരുളാനന്ദ സ്വാമിയായി പേര് സ്വീകരിക്കുകയും ചെയ്തു. പുത്തൻപാന രചിച്ച അർണൂസ് പാദ്രി വളർന്നതും ദൈവിക പട്ടം സ്വീകരിച്ചതും സെൻറ്റ് പോൾസ് സെമിനാരിയിൽ വെച്ചാണ്. പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് സെമിനാരിയും സെൻറ്റ് പോൾസ് ആശ്രമവും എല്ലാം പൂർണ്ണമായും നശിക്കപ്പെട്ടു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദേവാലയം ഭാഗികമായി ആക്രമിക്കപ്പെടുകയും ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാം ഇവിടെ ആലേഖനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അനേകം ആൾക്കാർ ഇവിടെ വന്ന് വിശുദ്ധൻ്റെ വണക്കങ്ങളും അനുഗ്രഹങ്ങളും തേടി വരാറുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ 10 മണിക്കും രാവിലെ 7 മണിക്കും വൈകിട്ട് 5 മണിക്കുമാണ് ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നോവേനകളുടെ ബാക്കിലായിട്ട് ഒരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസ് സേവ്യറിൻ്റെ പഴയകാല ദേവാലയത്തിൻ്റെ തിരുശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ആംഗ്ലോ ഇന്ത്യൻ ആൾക്കാരുടെ ജീവിത രീതികളും അവർ ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്തെ വസ്ത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിത ചരിത്രങ്ങളും എങ്ങനെയാണ് ജെസ്യൂട്ട് സഭയുടെ അല്ലെങ്കിൽ ഈശോ സഭയും സെൻറ്റ് പോൾസ് ആശ്രമവും ഒക്കെ ഇവിടെ അതിൻ്റെ ചരിത്രരേഖകൾ ഇവിടെ കാണാൻ സാധിക്കും. ആ കണ്ടത് പഴയ പള്ളിയുടെ ഇതിന് മുമ്പുള്ള പള്ളിയുടെ ആമുഖത്തുണ്ടായിരുന്ന ഒരു ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു പ്രാർത്ഥനയെ നിരതനായതാണ്. ഇത് ആണ് അദ്ദേഹത്തെ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം എന്നുള്ള ആ വചനം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം പഴയ പള്ളിയുടെ ഭാഗങ്ങളാണ്. ഇത് മാമോദിസ തൊട്ടിയാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയായിരുന്നു ഏറ്റവും ആദ്യത്തെ പള്ളി ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഇത് മുള കൊണ്ടുണ്ടാക്കിയ അൾത്താരയാണ്. പഴയ ദേവാലയത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് അല്ലെങ്കിൽ അവശേഷിപ്പുകളാണ്. മൂന്ന് നിലയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഏറ്റവും താഴത്തെ നിലയിലാണിത്. പുഴയ്ക്ക് അഭിമുഖമായിട്ടാണ് അന്നത്തെ ദേവാലയം നിലനിന്നിരുന്നത്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ദേവാലയം. ഇതിന് ശേഷമുള്ള ദേവാലയമാണ് ഇപ്പോഴത്തേത്. ഇത് അന്നത്തെ കാലത്തെ ഒരു പെയിൻറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയപ്പെടുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദേവാലയങ്ങളും. ഇത് പഴയ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന തിരുശേഷിപ്പുകളാണ്. ഇതൊരു പഴയ ലോഹക്കുരിശാണ്. ഇതിന് മുകളിലാണ് ആംഗ്ലോ ഇന്ത്യൻകാരുടെ ജീവിതചരിത്രങ്ങളും വസ്ത്രങ്ങളും കാണാൻ. പക്ഷെ നമുക്കവിടെ കാണാൻ സാധിക്കില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ അനേകം ആൾക്കാർ വന്ന് തിരികെത്തിക്കുകയും തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യപ്പെടുന്നു. ഇത് ജോൺ ബ്രിട്ടോ അല്ലെങ്കിൽ അർണോസ് പാദ്രിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയാണ്. 1952 ചൈനയിലേക്കുള്ള യാത്രയിൽ ഡിസംബർ 3 ഫ്രാൻസിസ് സേവ്യർ ദിവ്യംഗതനായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം ഗോവയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും അവിടെ സൂക്ഷിക്കുകയും ഇന്ന് നമുക്ക് കാണാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തിരുശരീരം ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ 10 വർഷം കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം താഴത്തേക്ക് ഇറക്കുകയും നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ വരുന്ന ഡിസംബറിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ തിരുശരീരം നേരിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് അദ്ദേഹം അന്ന് കാലത്ത് മാമോദിസ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കിണറിൻ്റെ ലേക്കുള്ള വഴിയാണ്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ ഈ പള്ളിയിലും ഇപ്പോഴും ഇവിടെ മാമോദിസ കൊടുത്തിരിക്കുന്നത്. അത് മാമോദിസ സമയങ്ങളിൽ മാത്രമേ ഇത് തുറക്കാറുള്ളൂ. അതുകൊണ്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ ഫ്രാൻസിസ് സേവ്യർ ഈശോ സഭയുടെ ആശ്രമം ഇവിടെയുള്ളത് കൊണ്ട് ഇവിടേക്ക് വരികയും ചാലക്കുടി പുഴയിൽ കൂടിയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ഈ കൈത്തോട് വഴിയായിട്ടാണ് ഫ്രാൻസിസ് സേവ്യർ ആശ്രമത്തിലേക്ക് വന്നിരിക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ അല്ലെങ്കിൽ സമ്പാള ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെത്തുന്നതായിരിക്കും. ബായ്.